നാമത്തിലുള്ള സ്നേഹമാണ്. यीशु मसीह के नाम से प्रेम भरा सलाम। ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസേനയിലായിരിക്കാം. हम परमेश्वर के चरणों में रहेंगे। നിശ്ചയമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കും. परमेश्वर हमसे बात करेंगे। കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചില വിഷയങ്ങളെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. पिछले कुछ दिनों से हम कुछ सब वचन बोलते हैं। ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചുള്ള ആമേൻ ചില പാഠങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ട് വരികയായിരുന്നു. मसीह जिंदगी के बारे में कुछ पाठ हम एक साथ बोल के आए। ആമേൻ. എന്താണ് ക്രിസ്തീയ ജീവിതം? क्या है मसीह जिंदगी? അതിന് ചില സ്റ്റെപ്പുകളുണ്ട്. वो कुछ स्टेप्स हैं। അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചില ഭാഗങ്ങളെല്ലാം പഠിക്കാൻ ഇടയായി തീർന്നു. भाग सब पढ़ के आ रहे थे। ഇന്ന് പകൽക്കാലം അതിലുള്ള ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം. आज उसमें से एक भाग हम सोचेंगे। ആമേൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരു വേർപാടിന്റെ ജീവിതം. मसीह जिंदगी जो है अगर बोलेंगे तो वो थोड़ा अलग होने का जिंदगी है। സെപ്പറേഷൻ, ഒരു വേർപാട്, ഒരു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരു ജീവിതം. दूसरों से एकदम अलग से जो जिंदगी है എന്ന് പറഞ്ഞാൽ ആമേൻ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച ഓരോ വ്യക്തികളും मतलब यीशु मसीह को जो अपना मसीह करके माना हुआ हर एक व्यक्ति അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും മാറ്റവും एപ്പോഴും ഉണ്ടായിരിക്കണം. जीवन में एक अलग होना या फिर और एक जो बदलाव होना जरूरी है। കാരണം ക്രിസ്തുവിനെ കുറിച്ചും അങ്ങനെയാ പറയുന്നത്, യേശുവിനെ കുറിച്ച്. क्योंकि यीशु मसीह के बारे में यही कहते हैं। യേശുവിനെ കുറിച്ച് ദൈവവചനം പറയുന്നു, അവൻ എല്ലാത്തിൽ നിന്നും വേർപെട്ട് നിന്നവനായിരുന്നു. यीशु मसीह के बारे में बोला है कि वो सभी चीजों से अलग होकर रहा है। തൽക്കാലം നമുക്കൊരു വാക്യം വായിക്കാം. हम वचन पढ़ते हैं। എബ്രായർക്ക് എഴുതിയ ലേഖനം इब्रानी किताब അതിന്റെ 7-ാം അധ്യായം इसका 7वां है, 26-ാം വാക്യം. इसका 26 है। എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. इब्रानी 7 का 26। അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം വായിക്കണ ബാക്കി. ऐसा ही महायाजक हमारे योग्य था, जो पवित्र और निष्कपट और निर्मल और पापियों से अलग और स्वर्ग से भी ऊंचा किया हुआ। ആമേൻ. ഇവിടെ പറയുന്നത് യേശു ക്രിസ്തു ആമേൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. यह बताया जा रहा है कि यीशु मसीह किस प्रकार के व्यक्ति थे। അപ്പൊ യേശു ക്രിസ്തു എങ്ങനെയുള്ള വ്യക്തിയായിരുന്നോ അതുപോലെ നാമും മാറേണ്ടിയിരിക്കുന്നു. यीशु मसीह जैसा व्यक्ति था वैसे हमें बदलना चाहिए। ദൈവത്തിന്റെ വചനം പറയുന്നത് परमेश्वर वचन कहता है നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാപുരോഹിതൻ. हमें जो मिला हुआ वो महायाजक। ഇവിടെ മഹാപുരോഹിതൻ എന്ന് പറയാൻ കാരണം महायाजक बोलने का जरूरी है പഴയ നിയമത്തിൽ ജനത്തെ ആമേൻ നയിക്കുവാൻ ഒരു മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു. क्योंकि पुराने नियम में लोगों को जो है अगुवाई करने के लिए महायाजक थे। ആമേൻ. ആ ആലയത്തിൽ ഒരു മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു. वहाँ पर एक महायाजक होता था। നമുക്കും ഒരു മഹാപുരോഹിതനുണ്ട്. हमें भी एक महायाजक അത് है, കർത്താവായ യേശു वो ക്രിസ്തുവാണ്. यीशु मसीह है। ആ ക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. यीशु मसीह कैसे थे करके यहाँ बताया जा रहा है കാരണം നമുക്ക് വേണ്ടിയതായ മഹാപുരോഹിതൻ ഇങ്ങനെയുള്ളവൻ. कि हमारा जो महायाजक ऐसा है। കാരണം പഴയ നിയമത്തിലെ മഹാപുരോഹിതനെ കുറിച്ച് പറയുന്നത് पुराने नियम महायाजक के बारे में ऐसा बोला गया है ആ മഹാപുരോഹിതൻ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ജനത്തിന് വേണ്ടിയും അവൻ യാഗം കഴിക്കണം. महायाजक पहले जो है खुद का पाप और लोगों का पाप के लिए जो है बलि चढ़ाना है। കാരണം അവിടെ പറയുന്ന ദിനം പ്രതി യാഗം കഴിക്കേണ്ടി വരും. यह बोले कि दिन पे दिन करना है। ഓരോ ദിവസവും ജനത്തിന് വേണ്ടി യാഗം കഴിക്കുമ്പോൾ हर एक दिन जब लोगों के लिए करने के समय ആമേ തനിക്ക് വേണ്ടിയും യാഗം കഴിക്കണം. खुद के लिए भी बलि चढ़ाना है। തന്നെ പരിശുദ്ധനാക്കിയിട്ട് വേണം ജനത്തിനെ പരിശുദ്ധനാക്കുവാൻ. उनको अपने को पवित्र बनाने के बाद लोगों को पवित्र बनाना है। എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാപുരോഹിതൻ परंतु जो हमको मिला हुआ जो महायाजक है, ഓരോ ദിവസവും ബലി കഴിക്കേണ്ട ആവശ്യമില്ല. हर एक दिन जो है वैसा जरूरत नहीं है। ആമേൻ. ഒരിക്കലായിട്ട് യാഗമായി തീർന്നത്. एक बार में ही वो मारा गया था। ഒരു യാഗത്താൽ ഏത് തലമുറയിൽപ്പെട്ടവർക്കും വിടുതൽ ലഭിക്കാൻ തക്കവണ്ണം योग्यनाय कर्ताव। एक बलि के द्वारा जो हर एक युग में जो लोग हैं सभी लोग एक समान प्राप्त करने के लिए हुआ है। നോക്കിയേ, മുൻപേ ജനിച്ച തലമുറയാണെങ്കിലും ഇപ്പോഴുള്ള തലമുറയാണെങ്കിലും വരുവാനുള്ള തലമുറയാണെങ്കിലും सोच के देखिए, जो हो गया पीढ़ी है तो भी, अभी का पीढ़ी है तो, आने वाला पीढ़ी है तो भी അവർക്ക് ഒരു യേശുവിനുള്ള വിശ്വാസത്തോടുകൂടെ ശുദ്ധീകരണം ലഭിക്കുന്നു. उनको यीशु मसीह पर जो विश्वास है उससे वो लोग शुद्ध होते हैं। അതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. वही हमने यहाँ पर पढ़ा था। ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. ऐसा एक महायाजक हमको चाहिए ना। എങ്ങനെയാ? ആമേൻ. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. तो हम देखते हैं कि जो यहाँ पे बताया गया है, जो पवित्र है, निष्कपट है, निर्मल है,
पापियों से अलग है, स्वर्ग से भी ऊंचा किया हुआ है। ഒന്ന് നോക്കിയേ, എല്ലാത്തിലും വേർപെട്ടിരിക്കുന്ന ഒരു കർത്താവ്. सोच के देखिए, सभी चीजों से अलग हुए एक मसीह है। അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് तो परमेश्वर चाहते हैं നമ്മൾ അതുപോലെ ഒരു വേർപാട് പ്രാപിക്കുന്ന വേർപെട്ട ജീവിതം നയിക്കുന്ന വ്യക്തി ആയിരിക്കണമെന്നാണ്. हम जो ऐसा परमेश्वर ये चाहते हैं कि हम भी वैसे अलग रहने वाले लोग बने। ആമേൻ. യേശുവിനെ കുറിച്ച് പറയുന്നത് यीशु मसीह में बोला गया है, പാപമൊഴികെ എല്ലാം തന്റെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടവൻ. तो बोला कि पाप के अलावा बाकी सब कुछ चीज जो है परीक्षित किया हुआ है। എല്ലാ വിഷയത്തിലും യേശു നമുക്ക് ഒരു മുൻ മാതൃകയാണ്. हर विषय में यीशु मसीह हमारे जो है हमारे आगे आगे चलने वाले हैं। എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി സകലതും ആമേൻ വെളിപ്പെടുത്തി തന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ കൂടെ തന്ന വ്യക്തിയാണ്. मतलब अपने जीवन में सब कुछ सह के हमें अनुभव जो है एक अनुभव उन्होंने करके हमारे रखा है। എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒന്നും അറിയാൻ കഴിയാത്ത വ്യക്തിയല്ല. मतलब ये कि हमारे जीवन में कुछ भी होता है वो नहीं समझेंगे, ऐसा नहीं हो सकता है, അതെല്ലാം കർത്താവ് മുന്നമേ അനുഭവിച്ചത്. क्योंकि वो सब मसीह ने पहले ही अनुभव किया है। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വിഷയങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുള്ള കർത്താവ്. इसलिए हमारी जिंदगी में हर एक जो होने वाली बातें एकदम इतने समझने वाले परमेश्वर। നമ്മൾ കടന്നു പോകുന്ന ഓരോ പാതയും കർത്താവിന് അത് വ്യക്തമായിട്ട് അറിയാം. हम जाने वाले हर एक रास्ते को परमेश्वर जानते हैं। നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതും ഇനി പോകുവാനുള്ള വിഷയങ്ങൾ വരെ കർത്താവിന് അറിയാം. हम भी जाने वाले और जा रहे हैं, सब कुछ जो है परमेश्वर को पता है। കാരണം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയാത്ത മനസ്സിലാക്കാൻ കഴിയാത്തതായ ഒന്നുമില്ല. तो क्योंकि हमारे जीवन में जो नहीं समझने वाला, नहीं पता, ऐसा कुछ बात है नहीं, കാരണം അതെല്ലാത്തിൽ കൂടെ യേശു കടന്നുപോയത്. क्योंकि वो सभी से यीशु मसीह गुजरे हैं। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ദൈവം. इसीलिए हमारे जीवन में कुछ प्रश्न होने के समय उसका जो है उसका हल भी निकाला परमेश्वर। അതെല്ലാം ആമേ കർത്താവെ ചെയ്യുവാൻ കഴിയും. हाँ, वो सब कुछ परमेश्वर करने से होगा। അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. वैसा ही परमेश्वर को हम आराधना करते हैं। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, इसे परमेश्वर वचन कहता है ആമേ നമ്മൾ കർത്താവിനെ പോലെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. हम भी मसीह की तरह एक बदलाव हमारे अंदर भी होना चाहिए। എന്ന് പറഞ്ഞാൽ ഒരു വേർപാട് നമ്മൾ ആമേ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. मतलब एक अलग होने का वो हमें होना चाहिए। ആമേ ഈ ലോകത്തിൽ നമ്മൾ വസിക്കുമ്പോൾ हम इस दुनिया में वास करने के समय മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടായിരിക്കണം. दूसरों के मुकाबले हमारी जिंदगी में अलग होना चाहिए। ആദിമ ഭക്തന്മാരെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. जो है पहले से ही हम जो है भक्तों को देखने से समझेंगे। ആദിമ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ലോകവുമായിട്ട് അവർ ആമേൻ ഒരു വേർപാട് എപ്പോഴും പാലിച്ചിരുന്നു. पहले के भक्तजन अगर बोलेंगे तो लोग जो है दुनिया से अलग रहते थे, എന്നാൽ ഇന്നത്തെ അവസ്ഥയൊന്ന് നോക്കിയേ. लेकिन अभी का जो अवस्था देखिए, ഇന്നത്തെ ക്രിസ്ത്യാനി ജാതികൾ കണ്ട ഒന്നും തിരിച്ചറിയാൻ കഴിയത്തില്ല. अभी के जो मसीह और जाति को देखेंगे सब एक ही समान है। ആമേൻ എന്നാ പറയുന്നുണ്ടോ, നമ്മൾ ഈ ലോകത്തിൽ വസിക്കുന്നതല്ലേ എന്നാ ചോദിക്കുന്നത്. और पूछते क्या है, हम इस दुनिया में रहते हैं ना। അപ്പോ ആദിമ ഭക്തന്മാർ ഈ ലോകത്തിലല്ലേ ജീവിച്ചത്. तो जो पहले वाले भक्त सब जो यहीं पे जिए थे ना, അവർ ഈ ലോകത്തിൽ താമസിക്കുമ്പോൾ അവർ എപ്പോഴും ഒരു വേർപാട് അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നു. ये दुनिया अभी तक है तब तक उन्होंने अलग रहने का ही सीखा है। അവരെ കണ്ട് മറ്റുള്ളവർ അവൻ പെട്ടെന്ന് തിരിച്ചറിയുമായിരുന്നു. उनको देख के दूसरों को जल्दी पता चलता था। ദൈവവചനം കണ്ടു കഴിഞ്ഞാൽ ലോകം പെട്ടെന്ന് മനസ്സിലാക്കുമായിരുന്നു. परमेश्वर के लोगों को देखने के समय लोग जो है पहचान पाते थे। അതാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. वचन हमसे कहता है, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ मस्ती करके बोलेंगे അത് അവർ തങ്ങളെ തന്നെ മറ്റുള്ളവരോടൊത്ത് പരിചയപ്പെടുത്തിയതുകൊണ്ടല്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത്. वो अपने आप को दूसरों को ऐसे पहचान कराया, इसलिए वो क्रिश्चियन नहीं बने। ഞങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവരോട് പരിചയപ്പെടുത്തിയിട്ടല്ല, हम मसीह बनने करके दूसरों को बता के नहीं होता है। ആമേൻ മറ്റുള്ളവരെ കണ്ടു പറഞ്ഞതാണ് ഇതാണ് ക്രിസ്ത്യാനി എന്ന്. दूसरे देख कर फिर वे कहते हैं कि हाँ ये मसीह है। ദൈവ പൈതലിനെ കണ്ടുകൊണ്ട് ലോകം വിളിച്ചു പറഞ്ഞതാണ് ഇത് ക്രിസ്ത്യാനി എന്ന്. परमेश्वर के बच्चों को दुनिया देख कर कहा है कि हाँ ये क्रिस्तानी है। എന്നാൽ ഇന്ന് പറയാൻ കഴിയുന്നുണ്ടോ? लेकिन क्या आज बोल सकता है? ആമേൻ അത്രത്തോളം മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. उतना जो है बदलाव हुआ। അതുകൊണ്ട് ദൈവവചനം പറയുന്നത് നമ്മളൊന്ന് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. कहता है तुम्हें वापस आना है। ആമേൻ നമുക്കൊരു വാക്യം വായിക്കാം. हमें वचन पढ़ेंगे। 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം दूसरा कुरिन्थियों की किताब അതിന്റെ 6-ാം അധ്യായം 11 आयत അതിന്റെ 14 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ 14 आयत से അവിടെ അപ്പോസ്തലനായ പൗലോസും കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. वहाँ पे पौलुस से पवित्र से बात करते हैं ആമേൻ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. और उससे पूछने वाली एक बात है, ആമേൻ നിങ്ങൾ ആമേൻ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ.
क्योंकि अविश्वासियों के साथ आसमान जुए में न जूतो, क्योंकि धार्मिकता और अधर्म का क्या मेल जोल, या ज्योति और अंधकार की क्या संगति। നോക്കിയേ ആമേൻ ഇവിടെ ദൈവ ആത്മാവ് ചോദിക്കുന്ന ചോദ്യം यह वर्षी की आत्मा एक सवाल करते हैं, അധർമ്മത്തിനും ആമേൻ നീതിക്കും തമ്മിൽ എന്തോ ഒരു ചേർച്ചയാണുള്ളത്. अधर्म है और धार्मिकता है, उसको क्या मेल है। ആമേൻ വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. वो ज्योति और अंधकार को क्या संगति है। ആമേൻ ഇന്ന് ഇരുളും വെളിച്ചവുമായിട്ടാണ് കൂട്ടായ്മ ആചരിക്കുന്നത്. कि आज जो संगति है वो ज्योति और अंधकार लोगों से है। ആമേൻ പൗലോസ് ചോദിക്കുന്നത് ആമേൻ ഇതും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതാണ്. और पौलुस बोलते हैं कि इन दोनों में कोई भी जो है संबंध नहीं है। എന്നാൽ ഇന്ന് മനുഷ്യൻ ലോകവുമായിട്ട് ആമേൻ ലോകവുമായിട്ട് അങ്ങ് പഴകിക്കഴിഞ്ഞു. लेकिन आज जो है लोग मनुष्य जो है वो लोगों से एकदम हो गया। ഇന്ന് ആമേൻ ലോകത്തിലേക്ക് മനുഷ്യൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞു. आज वो लोगों के बीच में चला गया। ഒരു ആമേൻ ആദ്യകാലത്തിൽ വേർപെട്ടിരുന്നവർ पहले के युग में से अलग रहने के समय ഇന്ന് ആ വേർപാടെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. आज वो अलग सब हटा दिया। അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ उससे क्या हुआ मैंने पूछेंगे। ആദിമ ഭക്തന്മാർ കാത്തു സൂക്ഷിച്ചതായ ആമേ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. शुरुआत के भक्ति लोग जो कुछ संभाल के रखे थे वो नष्ट हो जाते हैं। ആമേൻ അവർ കാത്തു സൂക്ഷിച്ചത് നമുക്ക് പകർന്നു തന്നതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. उन्हें जो हमारे लिए संभाल के रखा था वो हम सब नष्ट करते। അവർ നമുക്ക് കാണിച്ചു തന്ന പാതയുണ്ടായിരുന്നു. उन्होंने हमें दिखावा एक रास्ता था। അവർ നമ്മോട് ആമേൻ പറഞ്ഞു തന്ന ചില പാഠങ്ങളുണ്ടായിരുന്നു. उन्हें जो दिया हुआ कुछ पाठ है, ആമേൻ എന്നാൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. लेकिन हम सब नष्ट करते आ रहे हैं। ആമേൻ അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് ചോദിക്കുന്നത് ഇരുളും വെളിച്ചവും തമ്മിൽ എന്താ കൂട്ടായ്മ. इसी पर यहाँ पे बोला है कि जो है ज्योति और अंधकार में क्या है। ആമേൻ പൗലോസ് വീണ്ടും ചോദിക്കുന്നു पौलुस वापस पूछता है ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. मसीह का और बलियास का क्या संबंध है। അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ये विश्वासी और अविश्वासी इनके बीच में क्या है। ആമേൻ ഇന്ന് വിശ്വാസിയും അവിശ്വാസിയുമായിട്ടാണ് ഓഹരി പങ്കിടുന്നത്. आज विश्वास अविश्वास ये सब बांटा जाता है। ഒരു ദൈവപൈതന്റെ ജീവിതത്തിലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളത് ഇന്ന് ലോകമാണ് ചർച്ച ചെയ്യുന്നത്. आज जो है मसीह के बीच में जो आ रहा है वो दुनिया चर्चा कर रही है। ആമേൻ ആദ്യ കാലങ്ങളിൽ സഭയ്ക്കകത്തുള്ള വിഷയങ്ങൾ സഭയിൽ തന്നെ അത് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. वो जो है सभा में ही पे बोल के बात करके उसका निर्णय ले लेते हैं। കാരണം ഒരു സഭയ്ക്കകത്ത് പലവിധമാകുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. क्योंकि जो है सभा में बहुत सारी समस्या हो सकती है। ആ സഭയിൽ ആ പരീക്ഷയിൽ വരുന്ന ജനങ്ങൾ വിവിധ സാഹചര്യങ്ങളിൽ കൂടെ വന്നവരാകയാൽ वो जो है कलीसिया सभी लोग अलग अलग प्रकार से आए, इसीलिए അവരുടെ വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കും. उनकी जो बातें अलग हो सकते हैं। ആദിമ സഭയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ तो जो है शुरुआत वाली से हम देखेंगे യെരുശലേം സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. यरूशलेम जो है नदियों की समस्या हुआ। യെരുശലേം സഭയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അവർ എവിടെയാണ് പരിഹരിച്ചത്. यरूशलेम कलीसिया में हुआ जो बात है कहा उन्होंने हल किया। അവിടെ വലിയൊരു പ്രശ്നമാണ് ഉദിച്ചത് ആദ്യമായിട്ട്. बहुत एक बड़ा जो संभव हुआ था, കാരണം രണ്ട് ഭാഷക്കാർ അല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെ ഇടയിലുള്ള ഒരു വലിയ പ്രശ്നം വന്നു. क्योंकि वो जो दो भाषा दो प्रकार के लोग के बीच में हुआ। അവിടെ അവരെന്താ ചെയ്തേ. फिर क्या किया उन लोगों ने? ജാതിയുടെ ഇടയിലാണോ പോയത് जाति के बीच में गए क्या, അതോ ലോകക്കാരെ വിളിച്ച് ന്യായ തീർപ്പ് നടത്തിയോ. या लोग बुला के न्याय किया। ഇന്ന് കോടതി നടക്കുക. आज जो है कोर्ट में जाके आ रहे हैं। ആമേൻ ഇന്ന് പോലീസാണ് നിയന്ത്രിക്കുന്നത്. आज पुलिस जो है अगुवाई कर रही കോടതിയാണ് നിയന്ത്രിക്കുന്നത്. है, जो कोर्ट है नियंत्रण कर रही ഞാനിത് നാമധേയക്കാരുടെ വിഷയമല്ല പറയുന്നത്. है। ये मैं अविश्वासी के बारे में नहीं बोल रहा हूँ, ആമേൻ പെന്തക്കോസുകാരുടെ കാര്യം പറയുന്നത്. ये पेंटेकोस्त लोग के बारे में बात। നമ്മൾ വേർപെട്ടവരാ, हम अलग हुए लोग, നമ്മൾ വിശുദ്ധരാ, हम विशुद्ध है, സ്വർഗത്തിലേക്ക് പോകുവാൻ കാത്തിരിക്കുന്നവരാ. स्वर्ग में जाने की तैयारी से बैठे हैं। അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ന്യായ തീർപ്പ് നടത്തേണ്ടത് ആരാ. तो हमारा जो है कार्य को कौन जो है न्याय करना है, നമ്മുടെ വിഷയങ്ങളെ എവിടെയാണ് നമ്മൾ അത് സോൾവ് ചെയ്യേണ്ടത്. कहाँ पर जो है हमारा जो है विषय को होगा। ആമേൻ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളെ तो ये जो बातों को हमारा जो है चर्चा करके होने वाली बातें, ഞാൻ പറയുന്നത് ആമേൻ സഭയ്ക്കുള്ളിൽ വിഷയങ്ങളൊന്നും വരത്തില്ലെന്നല്ല. कलीसिया में विषय नहीं है क्या नहीं है। ആമേൻ സഭയ്ക്കകത്ത് പലവിധമാകുന്ന വിഷയങ്ങളും സംസാരങ്ങളും കടന്നു വരും. कलीसिया बहुत सारी अलग अलग प्रकार के बातें हैं। എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് इन पौधों की किताबें जो है प्रेरित पौलुस का कहता है നിങ്ങളുടെ ആമേൻ സംസാരം ഒന്ന് തന്നെ ആയിരിക്കണം. तुम्हारा बात एक ही होना चाहिए, ആമേൻ നിങ്ങളുടെ ചിന്ത ഒന്നായിരിക്കണം. तुम्हारा सोच एक ही होना चाहिए, നിങ്ങൾ ഐക്യമുള്ളവരായിരിക്കണം.
तुम जो एक कतार में होना चाहिए। നിങ്ങൾ ഒരേ കാര്യം തന്നെ സംസാരിക്കണം. एक ही बात जो बात करते रहे। നിങ്ങളുടെ ഇടയിൽ വരുന്ന ഭിന്നതകളെ നിങ്ങൾ മാറ്റണം. तुम्हारे दो बीच में आने वाले जो विभिन्न आता है उसको हटाना है। ചില ഭിന്നതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നെന്ന് വരാം. फूटों का तो आ सकता है। പക്ഷെ ആ ഭിന്നതയെ മാറ്റേണ്ടത് ആമേൻ ഓരോരുത്തരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. तो वो हर एक जन जो एक साथ बैठ के बात करने का समय है। ആമേൻ അങ്ങനെയുള്ള വിഷയങ്ങളെ സംസാരിച്ച് അതിനെ മാറ്റാതെ ऐसे जो बातों को जो है बात करके नहीं बदलता है। അത് ജാതികളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാക്കി തീർക്കുക. जाति के बीच में एक चर्चा होने का। കാരണം ഇന്നത്തെ സമയത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. क्योंकि इन दिनों में जो है अगर हम जांचें तो पता चलेगा। ആമേൻ വിഷയം ലോകമാണെന്ന് ചർച്ച ചെയ്യുന്ന സഭയുടെ വിഷയങ്ങൾ. जो बातें Please. പ്ലീസ് അജയകുമാർ. Praise the Lord. ഇന്ന് വിഷയങ്ങൾ സഭയ്ക്കകത്തുള്ള വിഷയങ്ങൾ കോടതിയും മറ്റു ജനങ്ങളും തീരുമാനിക്കുന്നു. आज कलीसिया के अंदर हुआ बातों को जो है कोर्ट और बाकी लोग निर्णय कर रहे हैं। ഞാൻ പറഞ്ഞത് യെരുശലേം സഭയിലെ വിഷയം കടന്നു വന്നപ്പോൾ किया है कि जब यरूशलेम मंदिर में ऐसा होने के समय അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. एक साथ की बातें की, ചില തീരുമാനങ്ങൾ എടുത്തു. निर्णय लिए। പുറത്തുള്ള ആരോടും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. बाहर किसी से नहीं बताया। ഇന്ന് സഭയിലുള്ള വിഷയങ്ങൾ സഭയ്ക്കകത്തുള്ളവർ തന്നെ അത് ജാതികളെ അറിയിച്ചുകൊണ്ടിരിക്കുക. आज जो है जो कलीसिया में होने वाली बातें जो कलीसिया के लोग ही जातियों को बताते हैं। അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? इससे क्या होता है? ദൈവനാമം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ജാതികളുടെ. परमेश्वर का नाम जो है नाश होते जा रहा है। നമ്മൾ ആരാധിക്കുന്നവരാ, ആത്മാവിൽ ആരാധിക്കുന്നവരാ, लोग हैं, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ. हम जो विश्वास करने वाले लोग, പക്ഷേ ദൈവവചന പ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത്. उनके विश्वास के अनुसार हम जी रहे हैं। നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് പരിശുദ്ധിക്കേണ്ടിയിരിക്കുന്നു. हमें दुनिया में इनकी सोचना चाहिए। ഇവിടെ ദൈവവചനം ചോദിക്കുന്നത് परमेश्वर कुछ से पूछता है, നമ്മുടെ ഇടയിലുള്ള വിഷയങ്ങൾ നമ്മൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണോ അതോ ദൈവസന്നിധിയിൽ വെച്ച് തീരുമാനമെടുക്കുകയാണോ? होने वाली बातों को क्या हम परमेश्वर में दिया है या अपने हिसाब से उसको पूरा कर रहे हैं? നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടത് ദൈവസന്നിധിയിലാണ്. हमारी बातें जो परमेश्वर के सामने की जो है होना चाहिए। നമ്മുടെ കാര്യങ്ങൾ ദൈവസന്നിധിയിലാണ് കൊണ്ടുവരേണ്ടത്. हमारी बातों को परमेश्वर के चरणों में लेके आना है। അവിടെ ദൈവം അതിന് പരിഹാരം വരുത്തും. और परमेश्वर जो है उसके हल ढूंढेंगे। ഇന്ന് വിശ്വാസികളും ദൈവദാസന്മാരും ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങളെ आज जो है परमेश्वर की बातें या कलीसिया की बातें या परमेश्वर का जो है वो कलीसिया में लेके आने के समय ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളെ परमेश्वर के चरणों में आके जो है उसको उसका लेने के बारे में ലോകത്തിന് കൊടുക്കുക. लोगों को दे दिया। ലോകമാണ് ഇപ്പൊ ന്യായം വിധിക്കുന്നത്. दुनिया के लोग अभी न्याय कर रहे हैं। ലോകത്തിന് കൊടുക്കണമോ ലോകപരമായിട്ടുള്ള ന്യായാധിപന്മാർ അത് ക്ലിയർ ചെയ്യണമോ അതോ ദൈവം ക്ലിയർ ചെയ്യണോ? लोगों को देना है क्या उसके हिसाब से लोग है क्या ये वो क्लियर करना है कि जो है पैसे वगैरह ये देखना है। ഇവിടെ പറയുന്നത് വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് ഓഹരി? है कि अविश्वासी को विश्वासी के साथ क्या नाता है? വിശ്വാസിയുടെ വിഷയങ്ങൾ ദൈവസഭയാണ് അത് സോൾവ് ചെയ്യേണ്ടത്. जो है परमेश्वर के बच्चे को जो होता है परमेश्वर है सॉल्व करने की। ദൈവസഭയിലുള്ള വിഷയങ്ങൾ അത് സഭയ്ക്കകത്ത് തീർക്കേണ്ടത്. जो कलीसिया में होती बातें हैं कलीसिया में ही उसको पूरा करना അത് है। നാട്ടുകാരല്ല തീർക്കേണ്ടത്. वो जो है गाँव वाले नहीं आते, ലോകത്തിനല്ല കൊടുക്കേണ്ടത്. जो है दुनिया को नहीं देना है। അത് ദൈവമക്കൾ തന്നെ സോൾവ് ചെയ്യേണ്ട വിഷയമാണ്. परमेश्वर के बच्चे सॉल्व करना चाहिए। ഇന്ന് അതെല്ലാം നമ്മൾ പബ്ലിക്കായിട്ട് അത് കൊടുത്തിരിക്കുക. तो आज ये सब कुछ जो है हमने पब्लिक में दे दिया। അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? फिर क्या हुआ है? ദൈവനാമം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. परमेश्वर का नाम जो है वो व्यर्थ हो रहा है। സഭയുടെ ആത്മീക വർധനവ് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക. कलीसिया का जो आत्मिक उन्नति है वो कम होता है। സഭ വളരുകയല്ല, പിന്നെയോ അത് ശോഷിച്ചുകൊണ്ടിരിക്കുക. जो है जो कलीसिया है बढ़ नहीं रहा है, इसके बदले में वो खराब होते जा रहा है। അതുകൊണ്ട് ദൈവവചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാട് ആവശ്യമായിരിക്കും. परमेश्वर वचन कहता है कि हमें जिंदगी में एक बदलाव जरूरी है। മറ്റുള്ളവരിൽ നിന്ന് ഒരു വേർപാട് നമുക്ക് ആവശ്യം. दूसरे से एक अलगपन जरूरी है। മറ്റുള്ളവർ നമ്മെ കണ്ട് പറയണം ഇവർ വേർപെട്ടവരാണ്. जो है बाकी लोग हमें देख के बोलना है ये लोग अलग हुए लोग। മറ്റുള്ളവർ നമ്മെ കണ്ടു പറയണം ഇത് ദൈവ പൈതലാണ്. बाकी लोग हमें देख के बोलना चाहिए कि परमेश्वर का बच्चा है। അതാണ് ദൈവം നമ്മോട് പറയുന്നത്.
वही परमेश्वर वचन हमसे कहता है। ആമേൻ. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ दूसरा कुरिन्थियों उसका 6 का 16 पढ़ने के समय ആമേൻ, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. तो वचन में भी ऐसा लिखा है, और मूर्तों के साथ परमेश्वर के मंदिर का क्या संबंध, क्योंकि हम तो जीवते परमेश्वर का मंदिर है, जैसा परमेश्वर ने कहा है कि उनमें से बसूंगा और उनमें चल फिरा करूंगा और उनका परमेश्वर होगा और वे तेरे लोग होंगे। നോക്കിയേ, ദൈവം നമ്മിൽ വസിച്ച് നമ്മെ നടത്തുമെന്ന് പറയുമ്പോൾ परमेश्वर अपने वास करके हमें चलाएं करके बोलने के समय, ആമേൻ, നമ്മുടെ കാര്യങ്ങളെല്ലാം തീർപ്പ് കൽപ്പിക്കുമെന്ന് പറയുമ്പോൾ हमारा काम में सब सही करे करके बोला है, तो നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കാറുണ്ടോ? हम परमेश्वर को देते हैं कि നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെക്കാറുണ്ടോ? हमारे विषय को परमेश्वर के चरणों में रखते हैं, ആമേൻ, നമ്മെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാറുണ്ടോ? हमें परमेश्वर के हाथों में देते हैं। പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊടുക്കാത്തത് കൊണ്ട് कई बार हमारे विषय को परमेश्वर को नहीं देते, इसलिए ആമേൻ, ദൈവത്തിന് നമ്മെ നടത്തുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട്. क्योंकि परमेश्वर ने हमें जो बोला है वो नहीं करते, इसलिए കാരണം ദൈവവചനം പറയുന്നു അവൻ നമ്മുടെ ഇടയിൽ നടക്കുമെന്ന്. ये परमेश्वर वचन कहता है कि हमारे बीच में वास ഞാൻ करेगा, അവരുടെ ഇടയിൽ വസിക്കും. मैं उनके बीच में वास करूंगा, ആമേൻ, അവരിൽ വസിക്കും. मैं उनमें वास करूंगा, ആമേൻ, അവർക്ക് ഞാൻ ദൈവമായിരിക്കും, मैं परमेश्वर रहूंगा, അവർ എനിക്ക് ജനമായിരിക്കും. वे मेरे जन रहेंगे। അപ്പൊ ദൈവജനമായിരിക്കുന്ന നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആരാണ് പരിഹരിക്കേണ്ടത്? परमेश्वर के जन है हम, हमारा कौन है हल निकालने वाला? അത് നമ്മുടെ വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. हाँ, हमारे जो विषय को परमेश्वर के चरणों में हम लाते हैं। നമ്മുടെ വിഷയം എന്ത് തന്നെ ആകട്ടെ അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നതിന് പരിഹാരം നേടാം. तो जो कुछ भी बात क्यों ना हो, परमेश्वर के चरणों में लाके उसका हल ढूंढेंगे। നമ്മുടെ വിഷയങ്ങൾ മറ്റുള്ളവരോട് കൊടുക്കുകയല്ല, हमारे विषय औरों को देने का बारे में नहीं, ആമേ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. परमेश्वर के चरणों में लेकर आना। കാരണം ദൈവവചനം പറയുന്നു परमेश्वर का वचन कहता है, ആമേ നമുക്ക് പ്രൈസലോട് ആവശ്യമില്ലാത്തതിനെല്ലാം നമ്മൾ ഒഴിവാക്കിയേ മതിയാവും. हमें जो कुछ जरूरी नहीं है हमें उसको निकालना ही होगा। അതാണ് 17-ാം വാക്യത്തിൽ പറയുന്നത്. इसके 17 में कहता है, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. वहाँ पे ऐसा लिखा है कि इसलिए प्रभु कहता है कि उनके बीच में निकलो और अलग रहो और अशुद्ध वस्तु को मत छुओ, तो मैं तुम्हारे ग्रहण करूं। ആമേൻ. ദൈവം നമ്മെ കൈക്കൊള്ളണമെങ്കിൽ അശുദ്ധമായത് ഒന്നും തൊടാതെ അതിൽ നിന്ന് നമ്മൾ വേർപെടണം. हम जो है अलग होना है, तो जो कुछ भी नहीं है मसीह का, उससे अलग होना है। ദൈവത്തിന് വേണ്ടാത്തത് നമുക്ക് വേണ്ട. जो परमेश्वर को नहीं चाहिए वो हमको भी नहीं അത് चाहिए। ദൈവത്തിന് ആവശ്യമില്ലാത്തതൊന്നും ദൈവ പൈതലിന് ആവശ്യമില്ല. कि हाँ, जो लोग परमेश्वर के बच्चों को नहीं चाहिए, परमेश्वर जो है परमेश्वर को नहीं चाहिए, परमेश्वर बच्चों को भी नहीं चाहिए। ദൈവം ജാതികൾക്ക് കൊടുത്തിരിക്കുന്നത് അത് ദൈവമക്കൾക്കുള്ളതല്ല. परमेश्वर जो जातियों को दिया है परमेश्वर के बच्चों को नहीं है। ദൈവമക്കൾക്കുള്ളത് അത് ജാതികൾക്കുള്ളതുമാണ്. वो जो परमेश्वर के बच्चों को जो है वो जाति को भी नहीं है। പ്രത്യേകം ദൈവം വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. अलग अलग करके परमेश्वर किया है। ആമേൻ. അതിൻ പ്രകാരം നമ്മൾ പോയില്ല എങ്കിൽ अगर उसके अनुसार हम नहीं जाएंगे तो ഇവിടെ ദൈവവചനം പറയുന്നു परमेश्वर का वचन कहता है, ദൈവത്തിന് നമ്മെ ആമേൻ സ്വീകരിക്കാൻ കഴിയത്തില്ല. परमेश्वर हमें स्वीकार नहीं कर सकते ആമേൻ. हैं। നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. इसलिए प्रभु कहता है कि उनके बीच में से निकलो, अलग रहो, अशुद्ध वस्तु को मत छुओ, तुम्हें ग्रहण करूंगा। ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ കർത്താവ് നമുക്ക് ആമേൻ പിതാവും നമ്മൾ മക്കളും ആമേൻ ആയിത്തീരണം. और जो है लिखा है कि तुम्हारा पिता होगा और तुम मेरे बेटे और बेटियां होंगे। ആമേൻ. അങ്ങനെ ആയിത്തീരണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നമ്മൾ ജീവിച്ചാൽ മതിയാവും. और वैसे होना है तो परमेश्वर को अपनी इच्छा के अनुसार बोलना ही। നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാട് ആവശ്യമായിരിക്കും. हमारे जीवन में भी अलग होना जरूरी होगा। ആമേൻ. ഇവിടെ ദൈവവചനം അതാ പറയുന്നത്. ये परमेश्वर का वचन यही कहता है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ इफिसियों की किताब में ऐसे लिखा है, ആമേൻ ദൈവവചനം നമ്മോട് വിളിച്ചു പറയുന്നു. परमेश्वर का वचन बोलता है, എഫേസ്യർക്ക് എഴുതിയ ലേഖനം इफिसियों 5-ാം അധ്യായം 6 അതിന്റെ 6 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, उसका 5 से 6 हम ये सब पढ़ते हैं। വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. कोई तुम्हें व्यर्थ बात से धोखा ना दे, क्योंकि इन्हीं कामों के कारण परमेश्वर का क्रोध
आज्ञा ना मानने वालों पर भड़कता है। അത് നമുക്ക് ആവശ്യമില്ലാത്തതിന് എല്ലാം നമ്മൾ ഉപേക്ഷിച്ചേ മതിയാവും. हाँ, हमें जो जरूरी नहीं है उसको सब छोड़ना चाहिए। ദൈവം നമുക്ക് തരാത്തതൊന്നും നമുക്ക് വേണ്ട. जो परमेश्वर में नहीं दिया उसको नहीं चाहिए। ദൈവം തരുന്നത് മാത്രം സ്വീകരിക്കുക. जो परमेश्वर देता है सिर्फ उसी को स्वीकार करना है। അപ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. परमेश्वर हमारी सारी बातों करेगा। നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും हमारे पीछे कुछ भी होने दो, അത് പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും. उसका एक हल परमेश्वर देने के लिए हो सकता है। കാരണം ദൈവമാണ് നമ്മുടെ പിതാവ്. ये परमेश्वर हमारा पिता है। ദൈവം നമ്മുടെ പിതാവാകുമ്പോൾ परमेश्वर हमारे पिता है तो നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ ദൈവത്തിന് हमारे കഴിയും. सब कुछ हल परमेश्वर दे सकते हैं। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവവചനം പറയുന്നത് परमेश्वर वचन कहता है നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. उनके साथ नहीं होना। എന്തെന്ന് ചോദിച്ചാൽ पता है മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, कि तुम पहले अंधकार में थे, ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. अभी परमेश्वर की ज्योति बने। അപ്പം ആദ്യം നമ്മൾ ഇരുളായിരുന്നതാണ്, तो पहला हम जो ज्योति थे, നമ്മൾ ലോകപ്രകാരം ജീവിച്ചതാണ്. कैसे हम जी रहे हैं, അവിടെ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു. बस परमेश्वर ने हमें चुना है। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് कहता है ഞാൻ ലോകത്തിൽ നിന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. मैं दुनिया से तुम्हें चुन लिया है। ലോകത്തിൽ നിന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് दुनिया से तुम्हें चुन लिया इसीलिए ലോകം നിങ്ങളെ പകയ്ക്കും. दुनिया से तुम्हें भगा देगा। ആ ലോകം നിങ്ങളെ പകയ്ക്കും. तुम्हें भगा देगा। അപ്പോ നിങ്ങൾ ലോകക്കാരല്ല. तुम दुनिया के लोग नहीं है। മുമ്പേ നിങ്ങൾ ഇരുടായിരുന്നു, पहले तुम जो अंधकार थे, ഇപ്പോൾ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. परमेश्वर में ज्योति हो। അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ये क्या करना है? കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. तो इसीलिए जो है वहां पे लिखा है कि ज्योति का जो सब प्रकार की भलाई धार्मिकता और सत्य है। ആമേൻ. നിങ്ങൾ ആമേൻ പ്രൈസ് ദി ലോർഡ് ലോകത്തിൽ ആമേൻ നിങ്ങൾ വസിക്കുമ്പോൾ जब तुम दुनिया में रहने के समय കർത്താവിന് പ്രസാദമായത് ചെയ്ത് परमेश्वर को प्रसन्न वाला करते हो, ആമേൻ വെളിച്ചത്തിലുള്ളവരായിരിക്കണം. फल जो है एकदम ज्योति में रहना चाहिए। നമ്മെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കർത്താവിന് പ്രസാദമുള്ളതാണോ ചെയ്യുന്നത്? अपने को जांच के देखिए तुम जो कर रहे हो परमेश्वर प्रसन्न हो रहा है क्या? കാരണം ദൈവവചനം പറയുന്നത് ये परमेश्वर वचन कहता है സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. क्योंकि सब कुछ जो है सच्चाई और भलाई वो सब ज्योति का है। ആമേൻ. അപ്പൊ വെളിച്ചത്തിന്റെ ഫലമാണോ നമ്മൾ പുറപ്പെടുന്നത്? क्या ज्योति का फल आता है क्या? വെളിച്ചത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ज्योति का फल मतलब സൽഗുണവും നീതിയും സത്യവും. वहाँ पे लिखा है कि जो सब प्रकार की भलाई और धार्मिकता सत्य है। ആമേൻ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് परमेश्वर वचन कहता है നിങ്ങൾ ഇരുട്ടിന്റെ പ്രവർത്തികളിൽ ആമേൻ കൂട്ടാളികളാകരുത്. अंधकार के लोग से नहीं बनो। ആമേൻ. അതിനെ നിങ്ങൾ ശാസിക്കുക അത്രേ വേണ്ടത്. तुम उनको डांटो वही कर सकते हैं। ആമേൻ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളെ നമ്മൾ മാറ്റി നിർത്തണം. तो जो है हमें जो है इसे सब अलग रखना है। പ്രിയമുള്ളവരെ, ലോകവുമായിട്ട് നമുക്ക് ആമേൻ ബന്ധമില്ല. दुनिया से हमको कोई संबंध नहीं है। എന്ന് പറഞ്ഞ ലോകത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുക. दुनिया से हमको उठा लिया गया है। നമ്മൾ ഈ ലോകത്തിൽ വസിക്കുന്നത് കൊണ്ട് हमें जो है इसमें रहते हैं इसलिए। ലോകത്തിന്റെ പ്രവൃത്തി അനുകരിക്കണമെന്ന് നിർബന്ധമില്ല. पर जो है दुनिया की जो बातें वैसा नहीं करना जरूरी नहीं है। നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി അനുകരിക്കണം. हम परमेश्वर का कामों का जो अनुकरण करना है। കർത്താവിന്റെ ആമേ ക്രിയകളെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കേണ്ടത്. परमेश्वर की जो बातें है वही सब करना है। കർത്താവ് നമ്മോട് പറഞ്ഞതാണ് നമ്മൾ ചെയ്യേണ്ടത്. परमेश्वर से बोलते वही हमें करना है। കർത്താവ് നമുക്ക് കാണിച്ചു തന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. परमेश्वर से जो दिखाते हुए ലോകത്തിലുള്ള ഒന്നും നമുക്ക് അനുകരിക്കേണ്ട കാര്യമില്ല. तो जो है दुनिया की कोई बातें हमें जो है नहीं चाहिए। അതുകൊണ്ടാണ് പറയുന്നത് കർത്താവിന് അനുകാരിയായി തീരണമെന്ന്. इसलिए बोला है कि परमेश्वर को अनुकरण करो। ആമേ. നമുക്ക് ഈ ലോകത്തിൽ അനുകരിക്കാൻ വേറെ ഒന്നുമില്ല. हमें जो है यहाँ पर अनुकरण करने का कुछ नहीं है। നമുക്ക് കർത്താവ് ഒരു പുതിയ വഴി തന്നിട്ടുണ്ട്. हमें परमेश्वर ने एक नया जो है रास्ता दिया है। ആമേൻ. ആ വഴിയിൽ മാത്രമേ നമുക്ക് നടക്കാൻ കഴിയൂ. रास्ता में ही हम चल सकते हैं। കർത്താവിന്റെ നന്മകൾ പ്രാപിക്കണമെങ്കിൽ परमेश्वर की भलाई को प्राप्त करना है। ആമേൻ ദൈവത്തിന്റെ ആമേൻ വചനപ്രകാരം നമ്മൾ മുന്നേറിയ മതിയാവും. परमेश्वर के वचन के अनुसार ही हमें जाना होगा। വചനം നമ്മോട് പറയുന്നത് പോലെ നമ്മൾ ചെയ്തേ മതിയാകൂ. तो जो परमेश्वर से कहते हैं वैसे ही करना चाहिए। അങ്ങനെ ചെയ്താൽ മാത്രമേ ആമേൻ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ പറ്റത്തുള്ളൂ. वैसे करेंगे तो परमेश्वर की इच्छा के अनुसार जी सकते हैं। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് कि परमेश्वर वचन कहता है ആമേൻ നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി തീരണം. हम ज्योति के लोग बनना है। ആമേൻ മറ്റുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. बाकी सब कुछ हमारी जिंदगी से हमें निकालने का समय ആമേൻ. है। ആമേൻ കർത്താവിന് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ പാടില്ല. मतलब जो परमेश्वर को पसंद नहीं है वो हमारी जिंदगी में नहीं होना चाहिए। ജാതികളുമായിട്ടുള്ള ആമേൻ ഇടകലർച്ച അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാട് വേണം. जो है जातियों के साथ जो होता है वो सबसे एक अलग होना चाहिए। ആമേൻ. മറ്റുള്ളവരെ പോലെ അല്ല നമ്മൾ ജീവിക്കണം. बाकी की तरह हमें नहीं जीना है। നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃക കാണിക്കണം.
हम दूसरों को जो है राह दिखाना है। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് वचन कहता है ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചതുപോലെ जैसे मसीह हमारे लिए एक अनुकरण, നാം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം. इससे हम भी दूसरों को उदाहरण होना चाहिए। എന്തെന്ന് ചോദിച്ചാൽ भी पता है അപ്പോസ്തലൻ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നു. जो है प्रेरित जो है पतरस कहता है, 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ पहला पतरस का 2 का 9-10 पढ़ने के समय അപ്പോസ്തലൻ പത്രോസ് ഇങ്ങനെ പറയുന്നു, अब वे पतरस से कहता है നിങ്ങൾ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. क्योंकि हम देखते हैं उस वचन में से लेकर पर तुम एक चुना हुआ वंश, राज, प्रजा, याजकों का समाज और पवित्र लोग और परमेश्वर के निज प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से बुलाया है अद्भुत ज्योति में उनके गुण को प्रकट करो। അത് അവന്റെ ഗുണം, കർത്താവിന്റെ ഗുണം നമ്മൾ പ്രകടിപ്പിക്കണം. परमेश्वर के गुण को हमें प्रकट करना है। അപ്പോ നമ്മെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചത് കൊണ്ട്, अंधकार से हमें बुलाया इसीलिए, നമ്മെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ചത് കൊണ്ട് हमें जो उनसे बुला के अलग किया इसीलिए നമുക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. हमें उससे कुछ भी बंधन नहीं। തുടർന്ന് പത്രോസ് ഇങ്ങനെ പറയുന്നു, पतरस ऐसा कहता है മുമ്പേ ജനമല്ലാത്തവരായിരുന്നു, पहले तो तुम कुछ भी नहीं थे, ഇപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. अभी तुम परमेश्वर खुद के लोग। മുമ്പേ കരുണ ലഭിക്കാത്തവരായിരുന്നു, पहले अनुग्रह नहीं प्राप्त करते, ഇപ്പോഴോ നിങ്ങൾ കരുണ ലഭിച്ചവർ. अभी अनुग्रह प्राप्त किए लोग। അതുകൊണ്ട് ദൈവവചനം പറയുന്നു, इसे वचन कहता है പ്രിയമുള്ളവർ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും बुलाए है प्रिय, तुम्हें से विनती करता हूँ कि तुम अपने अपने आप को परदेशी यात्री जानकर उस संसारिक अभिलाषा में जो आत्म से युद्ध करती है बचे रहो। നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. अन्य जातियों में तुम्हारा चाल चलन भला हो, इसीलिए कि जिन जिन बातों में तुम्हें कुकर्मी जानकर बदनाम करते हैं, तुम्हारे भले कामों को देख कर उन्हें के कारण कृपा दृष्टि में दिन परमेश्वर की महिमा करते। പ്രിയമുള്ളവർ, ഈ അന്ത്യനാളുകൾ അടുത്തിരിക്കുന്ന സമയത്ത് ये लोगों ये अंत का समय आने के समय നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ നല്ല പ്രവർത്തികളാൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. हम दूसरों के सामने अच्छा काम करके मसीह को प्रकट करना। ക്രിസ്തു തന്നെത്താൻ നമുക്ക് വെളിപ്പെടുത്തിയതുപോലെ मसीह जैसे अपने आप को हमें प्रकट किया, നാം നമ്മെ ഈ ലോകത്തിന് വെളിപ്പെടുത്തണം. वैसे हमें इस लोगों को जो है प्रकट करना है। അത് മറ്റുള്ളവർ അങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട, तो दूसरों के साथ जा रहे हैं करके ऐसा नहीं सोचना है। നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട. हम दूसरों को नहीं देखना है എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, मैं क्या कर सकती, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. मैं क्या कर। ഇന്ന് അനേകർ മറ്റുള്ളവരെയാണ് നോക്കുന്നത്. आज बहुत लोग अनेक लोग दूसरों को देखते हैं, മറ്റുള്ളവരെ നോക്കിയാൽ വീണു പോകും. दूसरों को देखे तो गिर जाओगे। അതുകൊണ്ടാണ് പൗലോസ് എബ്രായർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വിളിച്ചു പറഞ്ഞത്, इसलिए पौलुस इब्रानी जो कलीसिया को पत्र लिखने से मैं ऐसे कहा, നിങ്ങൾ ലോകത്തിലെ ഒരു മനുഷ്യരെയും നോക്കരുത്, दुनिया कोई मनुष्य को मत देखो, കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കുക. परमेश्वर यीशु मसीह को देखो। യേശു നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയി. यीशु हमारे लिए जो है एक अनुकरण बन के गए, നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു വ്യക്തി യേശു മാത്രം. इसलिए हम जिसको देख सकते हैं वो सिर्फ यीशु मसीह है। അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, इसलिए मैंने कहा നിങ്ങൾ പാസ്റ്റർമാരെ നോക്കരുത്, पैसों को मत देखो, വിശ്വാസികളെ നോക്കരുത്, विश्वासी को मत देखो, മറ്റാരെയും നോക്കരുത്. किसी को मत देखो। നോക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു. एक ही व्यक्ति है वो प्रभु यीशु मसीह है। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, यीशु वचन कहता है അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, को जो देखो वो प्रकाशित, യേശുവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, मसीह को जो देखो प्रकाशित, മനുഷ്യരിലേക്ക് നോക്കിയവർ ലജ്ജിതരായി. जो मनुष्य को देखा वो लज्जित हो, യേശുവെ നോക്കിയവർ പ്രകാശിതരായി. यीशु मसीह को देखे प्रकाशित, അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. उसका वो कभी काला नहीं हुआ। അതുകൊണ്ട് നമുക്ക് മനുഷ്യരെ അല്ല നോക്കേണ്ടത്, यीशु को नहीं देखना है, മനുഷ്യരെ അല്ല അനുകരിക്കേണ്ടത്. मनुष्य का अनुकरण नहीं करना है, ക്രിസ്തുവിനെ നോക്കാം, मसीह को देखना है, ക്രിസ്തുവിനെ അനുകരിക്കാം. मसीह के समान। ക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി. मसीह हमारे सामने एक अनुकरण के लिए വേറെ ആർക്കും നമുക്ക് ആ മാതൃക കാണിച്ചിട്ടില്ല. कोई भी हमको नहीं दिखाया, നമുക്ക് മാതൃക കാണിച്ചത് കർത്താവായ യേശു ക്രിസ്തു. हमको जो है मसीह यीशु मसीह അപ്പൊ दिखाया। നമ്മൾ യേശുവിനെ നോക്കിയാൽ तो यीशु मसीह को देखना, നമ്മൾ ഒരിക്കലും പതറിപ്പോകത്തില്ല, हम कभी भी जो हिलेंगे नहीं, നമ്മൾ ഒരിക്കലും വീണു പോകത്തില്ല. हम कभी भी गिरेंगे नहीं, നമുക്ക് നോക്കാൻ പറ്റുന്നത് യേശുവിനെ മാത്രമാണ്. हमें देखने के सिर्फ यीशु मसीह है। ആ കാൽവരി ക്രൂശിലേക്കാണ് നമുക്ക് നോക്കാനുള്ളത്. यीशु मसीह के उस कालवरी क्रूस के ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കുമ്പോൾ क्रूस के जब हम देखते हैं യേശു നമ്മോട് സംസാരിക്കും, तो मसीह हमसे बात करे, യേശു നമുക്ക് വെളിപ്പെടുത്തി തരും.
मसीह जो है हमको जो प्रकट ആർക്കും വെളിപ്പെടുത്താത്തത് നമുക്ക് വെളിപ്പെടുത്തി തരും. किसी को प्रकट नहीं किया, वो हमको प्रकट करे। ആകയാൽ പ്രിയമുള്ളവരെ, इसलिए प्रिय लोग നമുക്ക് ക്രിസ്തുവിനെ നോക്കാം. मसीह को देखते हैं। ഈ ലോകത്തിലെ ഒരു മനുഷ്യരും നമുക്ക് മാതൃകയായി വന്നെന്ന് വരത്തില്ല. हमें कोई भी व्यक्ति हम लोग को जो है अनुकरण के होगा नहीं बोल सकते। ആമേൻ. പഴയ നിയമഭാഗങ്ങളിലും പുതിയ നിയമഭാഗത്തിലും അനേക ഭക്തന്മാരുണ്ടായിരുന്നു. पुराने नियम में नया नियम में बहुत सारे भक्त थे। എല്ലാ ഭക്തന്മാരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ तो സംഭവിച്ചിട്ടുണ്ട്. सभी भक्तों को कुछ ना कुछ तो समस्या हुआ है उनकी जिंदगी में, എന്നാലും ഒരു കുറവും സംഭവിക്കാത്ത ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. परंतु कोई भी जो है समस्या नहीं होते हुए एक ही है, वो है यीशु मसीह। ബൈബിളിലുള്ള എല്ലാവരും നമ്മുടെ ഹീറോസുകളായിരിക്കാം, നമ്മുടെ ഹീറോസ് ആയിരിക്കാം. बाइबल जितने भी है वो लोग सभी हमको बहुत पसंद वाले लोग रहेंगे, എന്നാൽ അവരെക്കാളും ശ്രേഷ്ഠൻ കർത്താവായ യേശു तो ക്രിസ്തു. उन सबसे श्रेष्ठ प्रभु यीशु ആ मसीह। യേശുവിനെ മാത്രമേ നമുക്ക് നോക്കാൻ കഴിയൂ. यीशु मसीह को हम देख सकते हैं। ഈ ലോകത്തിലെ ഏത് മനുഷ്യനെ നോക്കിയാലും നമ്മൾ വീണുപോകും. ये दुनिया में कोई मनुष्य दिखे तो हम गिर जाएंगे, ലോകത്തിലെ ഏത് മനുഷ്യനെ നോക്കിയാലും ചിലപ്പോൾ ലജ്ജിച്ചു പോയെന്ന് വരും. कोई भी जन को देखेगा तो तुम शायद लज्जित हो जाएंगे, എന്നാൽ കർത്താവിനെ നോക്കിയാൽ ഒരിക്കലും ലജ്ജിതരായി തീരത്തില്ല. परंतु मसीह को देखे हुए कभी लज्जित नहीं होंगे। അതുകൊണ്ടാണ് പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, इसलिए बोला जो उनकी ओर देखा प्रकाशित, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. उनका मुंह कभी काला नहीं हुआ। ഇന്ന് വരെയും കർത്താവിനെ നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല. परमेश्वर को देखा हुआ कोई भी लज्जित नहीं हुआ है। അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവിലേക്ക് തന്നെ നമ്മുടെ നോക്കാൻ ऐसे പറ്റും. तो हमारा दृष्टि भी यीशु मसीह की ओर रखे। നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാട് ആവശ്യമായി. हमारे जीवन में एक अलग होना जरूर, മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വേണം. दूसरों से एक अलग हमारे जीवन में होना चाहिए। ആരെങ്ങനെ ജീവിച്ചാലും എനിക്ക് വിഷയമല്ല. चाहे कोई कैसे भी जिए, मुझे कोई उससे संबंध नहीं है, എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു വേർപാട് വേണം. मुझे दूसरों से एक अलग होना है। മറ്റുള്ളവരെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. मैं दूसरों के समान नहीं जी सकता, മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. मैं दूसरे के समान बात नहीं कर सकता, മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. दूसरे के समान काम नहीं कर सकता। അവരെല്ലാം ക്രിസ്ത്യാനികളായിരിക്കാം, वो सब मसीह हो सकते हैं, അവരെ പോലെയല്ല. परंतु उनके समान नहीं। എനിക്ക് ക്രിസ്തുവിനെ പോലെയാകണം. मुझे मसीह के समान, എത്ര പേര് തീരുമാനമെടുക്കും? ऐसे कितने लोग अब निर्णय लेते हैं, എനിക്ക് ക്രിസ്തുവിനെ പോലെയാകണം. मुझे मसीह के समान होना है। ആരെങ്ങനെ ജീവിച്ചാലും എനിക്ക് വിഷയമല്ല. चाहे कोई भी कैसे भी जिए, हमको विषय नहीं, എനിക്ക് ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. मुझे मसीह के समान होना चाहिए। ആമേൻ. വെറുതെ നമ്മൾ പാടുകയും പറയുകയും ചെയ്യുകയല്ല, हम सिर्फ जो गीत गा रहे और बोल रहे नहीं है, എനിക്ക് യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം. मुझे सच में एक मसीह बनना है, എനിക്ക് ഒരു ക്രിസ്തുവിന്റെ അനുയായിയായി തീരണം. मसीह का अनुकरण करना है। എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. मुझे देखने वाले मसीह को देखना चाहिए, എന്നോട് സംസാരിക്കുന്നവർ യേശുവിനോട് സംസാരിക്കണം. मेरे से बात करने वाले यीशु से बात करना, എന്റെ അടുക്കൽ വരുന്നവർ യേശുവിനെ കാണണം. मुझे मेरे पास आने वाले यीशु मसीह को देखना ആമേൻ. चाहिए, എന്നെ നോക്കുന്നവർ യേശുവിനെ നോക്കണം. मुझे देखने वाले यीशु मसीह को ഇന്ന് देखना। പകൽക്കാലം എത്ര പേര് ആഗ്രഹിക്കുന്നു? आज सुबह के समय कितने लोग ये सोचते हैं, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आंखों को बंद कर നമുക്കൊരു തീരുമാനമെടുക്കാം. ले। എന്റെ വിഷയങ്ങൾ അനേകമുണ്ട്. मेरे बहुत सारे विषय हैं, ആ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. लेकिन ये सबके जो है वो सिर्फ मसीह कर सकता है। ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവിലേക്ക് നമ്മെ ഏൽപ്പിച്ചു. ऐसा है तो वो यीशु मसीह की ओर आते। യേശു ക്രിസ്തു പറയുന്നു, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാട് ആവശ്യം. यीशु मसीह कहते हैं कि हमारी जिंदगी में अलग होना जरूरी है, മറ്റുള്ളവരെ പോലെ എനിക്ക് പറ്റത്തില്ല. बाकियों की तरह नहीं रह सकते हो। മറ്റുള്ളവരെ നോക്കി നടന്നത് മതി. बाकियों को देख के चलाओ बस कर, മറ്റുള്ളവരെ അനുകരിച്ചത് മതി. बाकियों को देख के जो कुछ भी अनुकरण किया बस करिए। ആമേൻ. നമ്മെ നടത്തിയവരും നമുക്ക് ആലോചന പറഞ്ഞു തന്നവരും അനേകരുണ്ട്. हमें चलाए हुए, हमें अगुवाई किए बहुत जन हो गए, എന്നാൽ ആമേൻ അവരെക്കാളും ശ്രേഷ്ഠനായ കർത്താവ് നമ്മോടുള്ള ഒപ്പമുള്ളപ്പോൾ परंतु उनसे भी श्रेष्ठ परमेश्वर हमारे साथ है। ആ കർത്താവിലേക്ക് നമുക്കൊന്ന് നോക്കാം. वो मसीह की ओर देखिए, ഒന്ന് നോക്കി, ഒരു കുറവും പറയാനില്ല. सोच के देखिए, कुछ गलती बोलने नहीं है। പിശാചും പറഞ്ഞു, ഇവൻ പരിശുദ്ധനാ. जो शैतान भी कहा कि ये पवित्र है, രാജാവ് പറഞ്ഞു, അവൻ പരിശുദ്ധനാ. राजा कहा है पवित्र है, ഒറ്റിക്കൊടുത്ത യൂത പറഞ്ഞു, അവൻ പരിശുദ്ധനാ. धोखा देवा यूदा ने कहा कि पवित्र है, സകല ജനവും വിളിച്ചു പറഞ്ഞു, അവൻ പരിശുദ്ധനാ. सभी जन बोले कि पवित्र है। എന്നിട്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. फिर भी कलवरी क्रूस में हमारे लिए जो है बलिदान, നമ്മെ പരിശുദ്ധമാക്കുവാൻ, हमें शुद्ध करने के, അതെ, നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി हमें जो है शुद्ध करने के നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. कलवरी क्रूस पे जो है बलि, ആ യേശുവിനെ ഒന്ന് നോക്കിയേ. वो यीशु मसीह को देखिए, കൂടെ ആരുമില്ല. कोई भी नहीं है साथ, അപ്പം തിന്നവരും जो है खाना खाए हुए, സൗഖ്യം പ്രാപിച്ചവരും जो चमत्कार प्राप्त किया हुआ, നന്മ പ്രാപിച്ചവരും भलाई को प्राप्त किया, എല്ലാവരും വിട്ടുമാറി. सभी लोग छोड़ के चले। ഇന്ന് പകൽക്കാലം ഞാൻ ഒരിക്കലും പറയാം, आज सुबह समय में एक बात बताता हूँ, നമ്മെ വിട്ടും എല്ലാവരും മാറിയെന്ന് വരാം. हमें छोड़ के सब लोग गए हो सकता है, എന്നാൽ ക്രിസ്തുവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ
लेकिन मसीह के रुकने के समय ആ നിന്ദകൾ സഹിച്ച ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. वो जो है निंदा सब जो है सह कर हमारे साथ वो यीशु मसीह ആ ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ वो यीशु मसीह हमारे साथ है तो ഈ ലോകത്തിൽ ആരുമില്ല എങ്കിലും പ്രശ്നമില്ല. कोई भी रहेगा तो कोई समस्या नहीं ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? ये समर्पण करके ആ കാൽവരി ക്രൂശിലേക്ക് ഒന്ന് നോക്കാം. उस क्रूस को देखेंगे ആമേൻ. ഒറ്റയ്ക്ക് ഏകനായി താനിതാ പിതാവിനോട് നിലവിളിക്കും. वो अकेला होके पिता को पुकारता है എപ്പോഴും തന്റെ കൂട്ടം ഒരു വലിയൊരു സൈന്യം ഉണ്ടായിരുന്നു. हमेशा एक बड़ा सेना होता है വലിയൊരു കൂട്ടം എപ്പോഴും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. यीशु मसीह के साथ रहता है एक बड़ा सेना എന്നാൽ അവസാനം ആരുമില്ലാത്തൊരവസ്ഥ. लेकिन आखिर में कुछ नहीं है अवस्था ഇന്ന് പകൽക്കാലം നീയും ചില വിഷയങ്ങളുടെ മധ്യേ ഏകനായി നിൽക്കുന്നു. आज तुम भी कई विषयों के बीच में है ആമേ എനിക്ക് സഹായത്തിന് ആരുമില്ല എന്ന് ചിന്തിക്കുന്നു. मुझे सहायता करने के लिए कोई भी नहीं करके सोच रहे हैं ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ? अकेला अवस्था में है क्या നിന്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? हमारे विषय का हल निकालने कोई नहीं करके सोच रहे हैं क्या ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. आज मसीह को दे दो ആ ഏകാന്തത എന്തെന്ന് അനുഭവിച്ച കർത്താവ് वो अकेलापन क्या है करके सहा हुआ परमेश्वर നിന്റെ ഏകാന്തത മാറ്റുവാൻ കഴിയും. हमारे अकेलापन को हटा सकते നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ हैं കഴിയും. हमारे प्रश्नों को जो है हल निकाल सकते हैं എനിക്ക് വേണ്ടി ആരുമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? मेरे लिए कोई नहीं करके सोचा है क्या എന്റെ കാര്യങ്ങൾ കേൾക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? जो है सुनने के लिए कोई नहीं करके सोचते हैं क्या ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കും. आज यीशु मसीह के हाथों में दे दो നിന്റെ വിഷയങ്ങളെ കേട്ട് तुम्हारे विषयों को सुनकर അതിന് പരിഹാരം വരുത്തുവാൻ उसके लिए हल निकालने के ആ लिए കർത്താവ് സർവശക്തനാണ്. परमेश्वर शक्तिमान ഇന്ന് പകൽക്കാലം ഒന്ന് സംസാരിച്ച് और सुबह से तुम बातें करो കർത്താവിനോടൊന്ന് സംസാരിച്ച് तुम जरा बातें करो കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ വിഷയത്തെ കൊടുത്ത് तुम परमेश्वर के हाथों में अपना विषय को दीजिए ഇന്ന് പകൽക്കാലം അതിന് പരിഹാരം വരുത്തുവാൻ ശക്തനായ आज കർത്താവ്. इसके लिए हल देने वाला परमेश्वर ഏകനായി നിങ്ങളുടെ വിഷയങ്ങളെ കേട്ട് മറുപടി നൽകുവാൻ കഴിവുള്ള കർത്താവ്. अकेला होके तुम्हारे विषयों को जो देने वाला ആ ഏകാന്തത അനുഭവിച്ച കർത്താവ് वो अकेलापन को पाया परमेश्वर ഇന്ന് പകൽക്കാലം നിന്റെ ഏകാന്തത മാറ്റുവാൻ ശക്തനാണ്. आज में अकेलापन को हटा सकते हैं കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? परमेश्वर के हाथों में दे दो പ്രാർത്ഥിക്കാമോ? प्रार्थना करो അവൻ ഇന്ന് പകൽക്കാലം കർത്താവ് അതിന്റെ മറുപടി നൽകും. परमेश्वर आज तुम्हें उसका उत्तर देंगे നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें സ്വർഗസ്ഥ പിതാവ് ഞങ്ങളുടെ നല്ല ദൈവമേ, ये हमारे पिता अच्छे परमेश्वर ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. समय धन्यवाद देते हैं ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളോട് കൂടെ വന്നതിനായി സ്തോത്രം. आज सुबह आप हमारे साथ आए से धन्यवाद देते हैं ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. आपसे बात के धन्यवाद देते हैं അത് ഈ ലോകത്തിൽ ഒരു വേർപാട് ഞങ്ങൾ ആചരിപ്പാൻ, क्योंकि ये दुनिया जो एक अलग होने के लिए ആമേൻ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ, एक पवित्र जिंदगी जीने के लिए ആമേൻ കർത്താവിനോട് കൂടെ ചേർന്ന് നടപ്പാൻ, परमेश्वर के साथ जीने के लिए കർത്താവിനോട് കൂടെ ജീവിപ്പാൻ परमेश्वर के साथ जिंदगी जीने के लिए ഞങ്ങൾ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. परमेश्वर के हाथों में देते हैं അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഈ നാളുകളിൽ ആവശ്യം. हमारे जीवन में बदलाव जरूरी है ആമേൻ കർത്താവിനോട് കൂടെ വസിക്കുവാൻ, मसीह के साथ रहने के लिए കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ, मसीह के साथ उठाए जाने के लिए കർത്താവ് നടന്നതുപോലെ നടക്കുവാൻ, परमेश्वर जैसे चला है चलने के लिए കർത്താവ് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിപ്പാൻ परमेश्वर जो किया है वो करने के लिए ഞങ്ങളെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. आपको आपके हाथों में समर्पण करते हैं സ്വർഗസ്ഥ പിതാവ് ഞങ്ങളുടെ നല്ല ദൈവമേ, हमारे स्वर्गीय पिता परमेश्वर ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. धन्यवाद देते हैं ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. सभी लोग आपके हाथों में समर्पण करते ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി हैं സ്തോത്രം. परमेश्वर पवित्र आत्मा हमारे विषय काम करे धन्यवाद देते हैं ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവർ ചില വിഷയങ്ങളുമായി അവിടുത്തെ പാതകളിലേക്ക് കടന്നു വരുമ്പോൾ इसलिए लोग उस विषयों के साथ आपके चरणों में आने के समय ആ വിഷയത്തിന് കർത്താവ് തന്നെ പരിഹാരം നൽകി उस विषयों के लिए परमेश्वर ही जो है उसका उत्तर देकर അവന്റെ ജീവിതം ധന്യമായി തീരുവാൻ, उनका जीवन जो है धन्य हो गया വരും ദിവസങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ, जो आने वाले दिनों में परमेश्वर को गवाही देने के लिए കർത്താവ് ചെയ്തതിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം किया है वो करने के ഈ लिए ലോകത്തിൽ ഒരു വേർപാട് ആചരിച്ച് दुनिया में अलग होने के लिए ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ जो विशुद्ध जो जिंदगी जीने के പ്രിയപ്പെട്ടവരെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. लिए जो आपके हाथों में समर्पण करते हैं കർത്താവ് അനുഗ്രഹിച്ചട്ടെ, परमेश्वर आशीष അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകിയാട്ടെ, उनको जो है जवाब दीजिएगा അവരെ ബലപ്പെടുത്തിയാട്ടെ. उनको बल दीजिएगा ഓരോരുത്തരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. हर एक जन को समर्पण करता हूँ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. शानू करके धन्यवाद അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകിയതിനായി സ്തോത്രം. विषय को फल दिए धन्यवाद देते हैं അവരെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. अपने आप को समर्पण करते हैं പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना से धन्यवाद യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह का अधिकार बल्ला नाम से ആമേൻ ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി